അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവവേദലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലേ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, ശിഷ്ടരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ, ഇന്ന് നിൻ്റെ ചിന്തകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നിൻ്റെ എഴുത്തുകൾ, തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കണ്ടിന്യൂറ്റി എന്ന് ഞാൻ പണ്ട് പറയത്തില്ലേ, കണ്ടിന്യൂറ്റി. നിങ്ങളത് പ്രെയർ ചെയ്യുമ്പോഴേ കണ്ടിന്യൂറ്റി, തുടർച്ച അത് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരത്തില്ലേ, അപ്പോൾ ആ സാധനം ഡാമേജ് കണ്ടിന്യൂ. അതായത് ഉദാഹരണത്തിന് ഇപ്പം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താ പറയണത്, ദിവസത്തിനെ പരിത്യജിച്ച് ദിവസേന എന്നല്ലേ, 9:23 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ.
അതായത് ഇതിൻ്റെ അകത്ത് ഇൻ്റർവെല്ലും ഗ്യാപ്പും ഒന്നുമില്ല. എല്ലാ ദിവസവും കർത്താവ് പറഞ്ഞു ഓരോ ദിവസത്തിനും അതിൻ്റെ കുരിശുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ അത് ഈശോയുടെ മേലെടുക്കണം. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആർക്കും കുരിശുണ്ടാകത്തില്ല. എല്ലാവർക്കും അനുദിന കുരിശുണ്ട്. അത് യേശുവിൻ്റെ നാമത്തിൽ എടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ എടുക്കുന്നതിന് ഈ ആഴ്ചയിൽ എടുത്ത് അടുത്ത ആഴ്ച എടുക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണില്ല എന്നാണ്, ടോട്ടലായിട്ട് എടുക്കണില്ല എന്നതിൻ്റെ അർത്ഥം. അതാണ് അനുദിനം എന്നുള്ള വാക്ക് കർത്താവിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാൻ കാര്യം. അനുദിനം. അപ്പം ഈ ആഴ്ച കുരിശെടുത്ത് 2 ദിവസം കുരിശെടുത്തില്ല, അത് വിധിയാണ്, നരകമാണ്, ആരെയും കണി കൊണ്ടുവന്ന് ഇറങ്ങിയെന്ന് അറിയാൻ പാടില്ല. എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെ പ്രാഗി എടുക്കും. പിന്നെ ശനിയാഴ്ച ഒരു ബോധം വരുമ്പോൾ അയ്യോ കർത്താവ് സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ കുരിശ് കർത്താവിൻ്റെ പേരിൽ എടുക്കും. അപ്പം അങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പ് വരരുത്. അത് ഭയങ്കര ഗ്യാപ്പ് വരാ. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഈ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് ഈശോ പറഞ്ഞില്ലേ, അത് ഈ കുരിശിൽ നിലനിൽക്കുന്നതിനാണ് സ്നേഹം നിലനിൽക്കുന്നത് പറയണത്. മനസ്സിലായോ? നിങ്ങൾ എൻ്റെ സ്നേഹത്തിന് നിൽക്കും. അപ്പോൾ നിങ്ങൾക്കും പോസ്റ്റ് അത് ഭയങ്കര സന്തോഷകരമായ അല്ല. യോഹന്നാൻ 15:9 നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പൊ ആ കൽപ്പനയിലുള്ള എന്താണ്? ഈ നിലനിൽപ്പിന്റെ കൽപ്പന ഏതാണ്? അനുദിനം എന്നെ സ്നേഹിക്കുന്നവൻ അല്ലേ? 9:23 അങ്ങനെ കിടക്കണം. എന്നെ അനുഗമിക്കുന്നവൻ സ്വയം പരിചയിച്ച് അനുദിനം തൻ്റെ കുരിശെടുത്തുകൊണ്ട്. അപ്പം അനുദിനം ഈ കുരിശെടുത്തുകൊണ്ട് പോണത് തന്നെയാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. അല്ലാതെ 10 കൽപ്പന പാലിച്ച് ജീവിക്കണ കേസല്ല ഇത്. അനുദിനം ഇപ്പം വൈഫിൽ നിന്നുണ്ടാകും കുരിശ്, ഭർത്താവിൽ നിന്നുണ്ടാകും, മക്കളിൽ നിന്നുണ്ടാകും, അയൽവാസിയിൽ നിന്നുണ്ടാകും, സ്വന്തം ശരീരത്തിൽ നിന്ന് രോഗങ്ങളുടെ കുരിശുണ്ടാകും. അനുദിനം ഈ കുരിശെടുത്തുകൊണ്ട് ക്രിസ്തുനാമത്തിൽ സഞ്ചരിക്കുന്നതാണ് സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. മനസ്സിലായ? അപ്പോൾ സ്നേഹത്തിൽ നിൽപ്പും അനുദിന കുരിശും, അതായത് ലൂക്ക 9:23 യോഹന്നാൻ 15:9 ഒരേ ആശയമാണ്. അപ്പം എന്തെങ്കിലും കുരിശ് കയ്യിലുണ്ടെങ്കിലേ അത് യേശുനാമത്തിൽ അങ്ങോട്ട് വരയെ വെച്ചാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റും. എൻ്റെ പേര് ലിജി പീറ്റർ. ഞാൻ തൃശ്ശൂർ വാഗ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം ലഭിച്ചതിന് മാതാവിനോട് തിരുക്കുമാരനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യമേ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. അതായത് ഞാൻ യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ കുറേ നേരം ഉപയോഗിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങൾ, അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോകൾ കാണുമ്പോൾ ഞാനത് മാറ്റിക്കളയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഞാൻ ആദ്യമേ മാതാവിനോടും ജോസഫ് അച്ഛനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മാർച്ച് 10 2025 എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് കിട്ടിയ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതായത് ഞാനൊരു പഞ്ചാബ് നാഷണലിസ്റ്റ് ബാങ്കിൻ്റെ ഒരു ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു 8 മാസത്തോളമായി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ 1 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ കസ്റ്റമേഴ്സിനെ കിട്ടാനും എൻ്റെ ടാർഗറ്റൊക്കെ മുട്ടിപ്പോവാറുണ്ട്. പക്ഷെ എനിക്കൊരു 8 മാസമായിട്ട് എൻ്റെ ജോലി മേഖലയിൽ ആകെ തടസ്സങ്ങളായിരുന്നു. എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വചനമൊക്കെ കേൾക്കാറുണ്ട്, പക്ഷെ കൃപാസനമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ബോംബെയിലുള്ള ഒരു സയൻറ്റിസ്റ്റായ ആളുടെ വൈഫ് ക്യാൻസർ, ശരീരം മൊത്തം, എനിക്ക് പേര് പറയാൻ അറിയില്ല, ശരീരം മൊത്തം ക്യാൻസറായിട്ട് ആ ഡോക്ടർ കൃപാസനം ആ അച്ഛൻ്റെ ആരാധന വഴി സൗഖ്യം കിട്ടിയ സാക്ഷിയാണ് ഞാൻ ഏറ്റവും ആദ്യം കേൾക്കാനിടയായത്. അപ്പോൾ അത് കണ്ടോട് കൂടിയിട്ട് പിന്നെ എനിക്ക് കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാനുള്ള എനിക്ക് എന്താ പറയുക ആഗ്രഹം കൂടി. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ മാറ്റി വെച്ച് ഫുൾ ടൈം സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതേപോലെ അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകൾ
കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അച്ഛൻ ക്ലാസ്സിൽ ഇങ്ങനെ പറയും, ഉടമ്പടി എടുത്തിട്ടുള്ളത് ഉടമ്പടി വേഗം കത്തണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഈശോയെ അറിയാനും ഈശോയെ സ്നേഹിക്കാനും ഈശോയിൽ വിശ്വസിക്കുവാനുള്ള കൃപ തരണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും വചനത്തിലേക്ക് വരും. അതുപോലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി അപ്പോൾ ആക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ ക്ലാസ് കേൾക്കുമ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ ഫുൾ ടൈം ഇത് പറയാനും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അങ്ങനെയായിട്ട് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ സാക്ഷ്യത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ രോഗികളുടെ അടുത്ത് പോയി ഉടമ്പടി, അതായത് ഉടമ്പടി എടുത്ത വ്യക്തികൾ രോഗികളുടെ അടുത്ത് പോയി ഉടമ്പടി തൈലം പരറ്റി കൊടുത്ത് അവർക്ക് രോഗസൗഖ്യം ലഭിച്ച് സാക്ഷ്യം ഉടമ്പടി എടുത്തവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കണം. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ പെട്ടെന്ന് വിചാരിച്ച് വരാൻ പറ്റില്ല. വീട്ടിൽ ഹസ്ബൻഡിന് അങ്ങനെ ദൈവവിശ്വാസിയാണ്, പക്ഷെ കൂടുതൽ ധ്യാനം അങ്ങനെയൊന്നും താല്പര്യമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉടമ്പടി എടുത്ത് തൈലം ഉടമ്പടി എടുത്തവർ മറ്റുള്ള രോഗികൾക്ക് പറ്റി സൗഖ്യപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വിശ്വാസം തോന്നി. ഞാൻ ബൈബിളൊക്കെ വായിക്കുന്നതാണ്, പക്ഷേ എനിക്കത് രക്തസ്രാവക്കാരി സ്ത്രീ എന്നുള്ളത് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്തുകൊണ്ട് ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിതുമ്പിൽ തൊട്ടപ്പോൾ സൗഖ്യം കിട്ടിയെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് സൗഖ്യം കിട്ടിക്കൂടെ, എനിക്ക് വിശ്വാസമുള്ള ആളല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അടുത്തുള്ള ഒരു ഉടമ്പടി എടുത്ത് എൻ്റെ അടുത്ത് പറയാറുണ്ട്, മുന്നേ പറയാറുണ്ട് ലിജി കൃപ, അതായത് മോൻ്റെ ഒരു ജോലി തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പറയാറുണ്ട് കൃപാസനത്തിലേക്ക് പോവ്, ജോലി റെഡിയാവുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് എനിക്കതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടും ഞാനത് വരാറുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ആ മകളുടെ അടുത്ത് പോയിട്ട്, ആൾ കേഡറ്റ് പരീക്ഷ പാസ്സായതാണ് ഇവിടെ വന്നിട്ട്, അപ്പോൾ എനിക്ക് തൈലം പരറ്റി പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് എൻ്റെ മനസ്സിലൊരു വിശ്വാസം കൊണ്ട് ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഉടമ്പടി തൈലം പരറ്റി തരും, എൻ്റെ ജോലി മേഖലകളിലൊക്കെ തടസ്സമുണ്ട്, ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്കതിൽ വിശ്വാസമുണ്ട്, നീ ഒന്ന് പരറ്റി തരുമോ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ലിജി ഞാൻ പ്രാർത്ഥിച്ച് തരാം എന്ന് പറഞ്ഞു. ആളെ എനിക്ക് ഉടമ്പടി തൈലം പരറ്റി തന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ മൊബൈൽ കൂടി ഭജനം വായിക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ല. എനിക്ക് ബൈബിൾ ഞാൻ വല്ലപ്പോഴൊക്കെ വായിക്കും, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾ. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് അവൾ ഉടമ്പടി തൈലം പരറ്റി തന്നു, നെറ്റിയത് പരറ്റി തന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അച്ഛൻ്റെ അതിന് മുന്നേ ഞാൻ നവംബർ പകുതിക്കാണ് ഞാൻ സാക്ഷ്യങ്ങൾ കേട്ട് തുടങ്ങിയത്. നവംബർ 30 ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് തൈലം പരറ്റിയത്. അപ്പോൾ ഞാൻ അതിന് മുന്നേ അച്ഛൻ്റെ അനുഗ്രഹ പ്രാർത്ഥന ഇടയ്ക്കൊക്കെ കാണും, അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കൃപാസനത്തിലേക്ക് പോകണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ മകൾ പറഞ്ഞു ലിജേച്ചി പേടിക്കേണ്ട, മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലിജേച്ചി അടുത്തെത്തും, ലിജേച്ചി പള്ളിയിൽ പോകുന്ന ആൾ അങ്ങനെയൊക്കെയുള്ള ആളല്ല അപ്പോൾ എത്തുന്നുണ്ട്. അപ്പോൾ ഞാനത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മൊബൈലിൽ ഫോട്ടോ എടുത്ത് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എനിക്കതായത് മൊബൈൽ നോക്കുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ ഞാനതൊരു വൈറ്റ് പേപ്പറിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി എൻ്റെ ബൈബിളിൽ വെച്ച് ഞാൻ ആ തൈലം പോകുന്നതിന് മുൻപ് തന്നെ, അതായത് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ പേര് എഴുതുന്ന ഡയറി എടുത്തിട്ട് ഞാൻ വേറെ രൂപത്തിൻ്റെ അവിടെ നമ്മൾ സാധാരണ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ആ വിളക്ക് കത്തിച്ചിട്ട് ഞാൻ ആ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആ തൈലത്തിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ ഡയറിയുടെ ചട്ട തുറന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കും ക്രിസ്തുമസിൻ്റെ മുന്നേ, അതെന്ന് വെച്ചാൽ ഞാൻ അത്രമാത്രം വിഷമിച്ചിരുന്നു. ഒരു 8 മാസമായിട്ട് ചെക്ക് തരുന്നവർ തിരിച്ചു മേടിക്കുക, അങ്ങനെ കുറേ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അപ്പോൾ ഞാനും മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് അച്ഛൻ പറയുന്ന പോലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയാണ് ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ച് എൻ്റെ നെറ്റിയത്ത് പുരട്ടിയ തൈലം എടുത്തിട്ട് ഞാൻ എൻ്റെ ഡയറിയിൽ കുരിശ് വരച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എന്ന് പറയണോണം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചില സാക്ഷ്യങ്ങൾ കേൾക്കുക. അപ്പോൾ എന്നും ഞാൻ 5:30 പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല, എന്ന് വെച്ചാൽ 5:45 എനിക്ക് കുർബാനയ്ക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് അപ്പം പ്രാർത്ഥിക്കാറില്ല ഞാൻ. പക്ഷേ പള്ളിയിൽ പോയി വന്ന് പണികൾ കഴിഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തിരി കത്തിച്ചിട്ട് ഞാൻ ഈ ഡയറിയിൽ എന്നും എടുത്ത് അമ്മ എനിക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇരുന്ന് എനിക്കിങ്ങനെ ഇരുന്ന് കൊന്ത ചെല്ലാനോ ബൈബിൾ വായിക്കാനൊന്നും പറ്റില്ല, എനിക്ക് ഉറക്കം വരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൈ പിടിച്ചുകൊണ്ട് നടന്ന് ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ജോസഫ് അച്ഛൻ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറയണ പോലെ തോന്നി, പാപികൾക്ക് വേണ്ടിയുള്ള ഒരു കരുണക്കൊന്ത നീ ദിവസം ചെല്ലേ. അതുപോലെ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു 10,000 രൂപയെങ്കിലും തന്നിട്ട് ഒരു ക്രിസ്തുമസിൻ്റെ മുന്നേ എനിക്കൊരു ഗിഫ്റ്റായിട്ട് എനിക്കൊരു സന്തോഷമായിട്ട് നിന്നോട് നന്ദി പറയണം മാതാവേ. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു കൃപ തരണമേന്ന് ഇങ്ങനെ നടന്ന് ഞാൻ ഫുൾ ടൈം തന്നെയായിരുന്നു. അതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. അപ്പോൾ സാക്ഷ്യത്തിൽ ചിലർ പറയും ഫുൾ ടൈം വിശ്വാസ പ്രമാണം ചെല്ലുക, സ്വർഗ്ഗസ്ഥനായ ചെല്ലുക. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെയായിരുന്നു, വേറെ ഒരു ചിന്തയില്ല. ഹസ്ബൻഡ് വരെ പറയും നിനക്ക് ഭ്രാന്തായി മാറുമെന്ന് ചോദിക്കും. പക്ഷെ എന്നാലും ഞാനിത് തന്നെയായിരുന്നു ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു നിനക്ക് 1 മാസത്തെ അല്ല 5 മാസത്തെ നിനക്ക് സാലറി തരുന്നു പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ക്രിസ്തുമസിൻ്റെ മുന്നേ 10,000 രൂപ ചോദിച്ചത് മാതാവായിട്ട് എനിക്ക് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട്
എനിക്ക് 5 മാസത്തെ സാലറി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അപ്പോൾ എനിക്കത് കൂടുതൽ വിശ്വാസമായി. പിന്നെ എനിക്ക് അപ്പം ഏറ്റവും വലിയ അത്ഭുതം അത് നടന്നു. അതിന് ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറഞ്ഞാൽ മതിയാവില്ല. പിന്നെ അതുപോലെ എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ട് ഞാനൊരു 3 ദിവസം കിടന്നു. അതായത് കരിക്കും വെള്ളം മാത്രം കുടിച്ചിട്ടാണ് കിടന്നിരുന്നത്. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. അപ്പോൾ ഉഷാറായി പോകുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു 5 ദിവസം ഫുഡൊന്നും കഴിക്കരുത്, കരിക്കും വെള്ളം മാത്രം കഴിച്ച് കിടക്കുക, ആൻറ്റിബയോട്ടിക് എഴുതി തന്നു. അപ്പോൾ എനിക്ക് സ്വതവേ എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ അസുഖമുള്ള ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത്ര വലിയ കാര്യമില്ലല്ലോ. പക്ഷേ എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതാണ്. അതായത് നമുക്ക് ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഒരു പാരസെറ്റമോൾ കഴിക്കാൻ പോലും, ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചിട്ട് ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ പോലും എനിക്ക് പിന്നെ വയറ് കത്തിക്കാളും. പിന്നെ എനിക്ക് സ്ഥിരം കഴിക്കുന്ന ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്. അപ്പോൾ 2-3 ദിവസമൊക്കെ ഞാൻ ഭയങ്കര ഭക്ഷണം കഴിച്ച് ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയിട്ട് വീണ്ടും ഗ്യാസിനുള്ള മരുന്ന് കഴിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് വന്നിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ എനിക്ക് വായലൊക്കെ വെള്ളം തെളിയും. അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. പിറ്റത്തെ ദിവസം ഞാനിങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ എനിക്ക് 2-3 ദിവസം ഒന്നും കേൾക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഗുളിക പോലും കഴിക്കാൻ പറ്റുന്നില്ല, മളിന്ന് കഴിച്ചിട്ട് മാറുകയാണെങ്കിൽ എനിക്ക് അത് പറ്റില്ലെന്ന് വെച്ചിട്ട് ഇതുപോലെ വീടിൻ്റെ അടുത്ത് ഒരു എളാപ്പൻ്റെ മകൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുപോലെ എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്നിട്ട് ഞാൻ എന്തുകൊണ്ട് വീണ്ടും ചെയ്തുകൂടാന്നുള്ള ഒരു മനസ്സിൽ ആ കുട്ടി എനിക്ക് വയറുമ്മ ഉടമ്പടി തൈലം പറ്റി തന്നിട്ട് പറഞ്ഞു, ലിജി മാമ പോയിട്ട് എൻ്റെ എളാപ്പൻ്റെ മരുമകളാണ് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ലിജി മാമ കുടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അച്ഛൻ്റെ ആരാധനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പിന്നെ ഉടമ്പടി ഉപ്പ് ഇട്ട്, അതായത് എനിക്ക് മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ പനീർ ഗുളിക കഴിച്ച് പിന്നെ എന്തായാലും കെടുപ്പാണ് തല അത്രയും ഗ്യാസ് കയറിയിട്ട് എനിക്ക് ഭയങ്കര ഉപദ്രവം. അപ്പോൾ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ ഫുൾ ടൈം വേറെ ഒന്നും കഴിച്ചിരുന്നില്ല, ഈ വെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത്. എനിക്ക് ആരാധനയിൽ എനിക്ക് സൗഖ്യപ്പെട്ടു. അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. 5 ദിവസം പോയിട്ട് ഞാൻ ഒരു 2 മണിക്കൂറാകുമ്പോഴേക്കും എണീറ്റ് നിന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അതിന് മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്ന് വെച്ചാൽ ഗ്യാസ് കയറിയ വീണ്ടും ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ചാൽ മാത്രമാണ് എനിക്കത് മാറാറുള്ളൂ. അത് രണ്ടാമത്തെ. പിന്നെ ഇതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിഭൂതിയുടെ അന്നൊക്കെ അങ്ങനെ ഒരിക്കലും എടുക്കും, ഉപവസിക്കാറൊന്നുമില്ല. കൂടുതൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയണത് അത്. അപ്പോൾ എനിക്ക് ഉപവസിക്കണമെന്ന് ഇങ്ങനെ തോന്നും, പക്ഷെ ഉപവസിക്കാറൊന്നുമില്ല. അയ്യോ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്താണെന്ന് തോന്നും. അപ്പോൾ ഇതേപോലെ ഒരു സാക്ഷ്യത്തിൽ ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് ചോറ് കണ്ട ആർത്തിയാണ്, ഞാൻ ഉപവാസം എടുക്കാറില്ല, ആഴ്ചയിൽ 2 ദിവസം ഉപവാസം ഞാനിപ്പോൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും മാതാവിനോട് ആരാധനയിൽ പ്രാർത്ഥിക്കാറുണ്ട്, മാതാവേ എത്രയോ മക്കൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതിരിക്കണേ, എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ നടക്കണത്, അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്കൊരു നേരത്തെ ഒരു ദിവസം പോലും ഉപവസിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പം ഞാൻ ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് ഞാൻ ഉപവസിക്കുന്നുണ്ട്. അതിന് മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതെൻ്റെ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു, പക്ഷേ എനിക്കത് പറ്റാറുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 15 വർഷത്തിൻ്റെ മേലെയായി എൻ്റെ മോളെന്നെ പ്രസവിച്ചതിന് ശേഷമാണ് മുടി ഇങ്ങനെ നിറച്ച് പൊട്ടിപ്പോവും. അപ്പോൾ എനിക്കൊരു വഴിക്ക് പോകണമെങ്കിൽ ഡ്രസ്സ് മാറുന്നേക്കാളും കൂടുതൽ നേരം മുടിയിൽ നിറച്ച് സ്ലൈഡ് കുത്തണം. അപ്പോൾ ഒന്ന് ഒരു 1/2 മണിക്കൂർ പുറത്തേക്ക് പോയി വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തന്നെ വിഷമം. അപ്പോൾ ഈ ഫുഡ് ഇൻഫെക്ഷൻ കയറിയ സമയത്ത് അത് മാറി എൻ്റെ പിറ്റത്തെ ദിവസം ഞാനിതുപോലെ ഇന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി രൂപത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പ് എടുത്തപ്പോൾ അപ്പോൾ ചിലവരൊക്കെ സാക്ഷ്യത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, മുഴകൾ ഉപ്പ് പുരട്ടി ഉടനടി പരിഹാരം എന്നുള്ളതിൽ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലും എനിക്ക് വിശ്വാസമായി. അപ്പം ഞാൻ തോന്നിയത് ദൈവമേ എൻ്റെ മനസ്സിൽ എനിക്ക് ഉപ്പ് തേച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി പൊട്ടി പൂവിൽ നിൽക്കിലേക്ക് അത്രമാത്രം വിഷമം ഉണ്ടായിരുന്നു പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ ഉപ്പെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് രൂപത്തിൻ്റെ അവിടുത്തെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് തലയിൽ പറ്റാന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അയ്യോ അത് ഉപ്പല്ലേ, തലമുടി ഉപ്പായി കഴിഞ്ഞാൽ അത് പൊട്ടി പോവില്ലേന്ന് തോന്നി. പിന്നെ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അല്ല ഉപ്പല്ലല്ലോ ഇത് മാതാവിൻ്റെ ഔഷധമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തലയിൽ പറ്റിയ എന്ന് വെച്ചാൽ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. ഞാൻ തലയിൽ ഉപ്പ് പരട്ടി ഞാനങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ എന്നും രാവിലെ എണീറ്റിട്ട് പള്ളിയെ 5:45 കുളിച്ച് പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ കുർബാന. അപ്പോൾ ഞാൻ എന്നും രാവിലെ എനിക്ക് ബണ്ണ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയൊക്കെ നിറച്ച് അകത്ത് ബാത്റൂമിലുണ്ടാവും. അതുപോലെ പ്രാർത്ഥന എത്തിക്കായിരുന്നു കഴിഞ്ഞാൽ നിറച്ച് കുളി കഴിഞ്ഞാൽ നിറച്ച് മുടി അകത്തുണ്ടാവും. ഒന്നും എനിക്ക് പറ്റില്ല, നിറച്ചിങ്ങനെ മുടി ആദ്യം വാരി എടുത്ത് കളയണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഉപ്പ് തേച്ചു. പിറ്റത്തെ ദിവസം ഞാൻ അതുപോലെ ബണ്ണഴിച്ചിട്ട് മുടി പറക്കാൻ വേണ്ടി, അപ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് അത്ര ഓർമ്മയിലുണ്ടായിരുന്നില്ല, മുടി പറക്കാൻ വേണ്ടി നിന്നപ്പോൾ എൻ്റെ തലേന്ന് മുടി ഒന്നും കൊഴിഞ്ഞു പോകണില്ല. അപ്പോൾ എനിക്കത് സന്തോഷം കൊണ്ട് മാതാവിനോട് നന്ദി പറഞ്ഞിട്ട് എനിക്ക് മതിയാവില്ല. എന്ന് വെച്ചാൽ ഞാൻ ഹോമിയോ മരുന്ന് ചെയ്യാറുണ്ട്, ആയുർവേദ മരുന്ന് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുവരെ എൻ്റെ മകൾക്കും ഇതുപോലെ അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പൊന്നു അമരം മുടി പൊട്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മുടിയൊക്കെ അകത്ത് കൊഴിയും.
അപ്പോൾ അത് മോൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ എൻ്റെ മോള് വരെ നെഞ്ഞത്ത് കൈവച്ചു. എന്ന് വെച്ചാൽ ഞാൻ അത്രയും മരുന്ന് ചെയ്തിട്ട് മാറാത്ത ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഇത് മാത്രമല്ല, നിരവധി അതായത് ഉടനടി പരിഹാരം എന്ന് പറയുന്ന പോലെ അമ്മേരെ ഉപ്പ് കൊണ്ടും തൈലം കൊണ്ടും അത്ഭുതങ്ങൾ വളരെയേറെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിന് കിട്ടിയ ഒരു സാക്ഷിയാണ്. അതായത് എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്യാം, അത് കൂടുതൽ വീട്ടിലൊന്നും പണിയെടുക്കാനൊന്നും എനിക്കങ്ങനെ പറ്റും. പക്ഷേ എനിക്ക് അപ്പോൾ ടയേർഡാവും ഞാൻ. അപ്പം നമ്മൾ തൃശ്ശൂർ രൂപതയിൽ നിന്ന് പാലയൂർ മഹാതീർത്ഥാടനം കാലങ്ങളായിട്ട് ദണ്ഡവിമോചനം ഉള്ളത് ഞാൻ ഒരുവിധ കാലങ്ങളൊക്കെ പോകാറുണ്ട്. അപ്പം ഞാൻ പീരീഡ്സ് ആവേണ്ട ഡേറ്റ് ആവാറായപ്പോൾ ഞാൻ മാതാവിനോട് ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കാറുണ്ട്, മാതാവ് എനിക്ക് പീരീഡ്സ് വന്നിട്ടായാൽ മതി, പോയി വന്നിട്ടായാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം പോകുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് പോകാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം കൊണ്ട് ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എൻ്റെ വിഷമം എന്ന് പറഞ്ഞത് പാലയൂർ തീർത്ഥാടനത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരം എനിക്ക് പീരീഡ്സ് ആയപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് വിഷമായി. അയ്യോ എന്താ മാതാവേ, ഞാൻ ഇത് ഇന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ആയാൽ മതി ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് മാതാവിനോട് പരാതി പറയാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഞാൻ മാതാവിനോട് പരാതി പറഞ്ഞു തുടങ്ങി, മാതാവേ എനിക്കതായി കഴിഞ്ഞ് പോകാൻ പറ്റില്ല, 3 മണിക്കൂർ നടന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പം മാതാവിനോട് പരാതി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഇവിടെ ജപമാല റാലിക്ക് നടക്കാൻ പറ്റാത്ത ആൾക്കാർ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ മനസ്സിൽ മാതാവ് എനിക്ക് തോന്നിച്ചു തന്നു. അതേ എത്രയോ കിലോമീറ്റർ താണ്ടി ഇവിടെ ജപമാല റാലിക്ക് പങ്കെടുത്തു എന്നുള്ള സാക്ഷ്യം എനിക്ക് കേട്ടപ്പോൾ തോന്നി, എൻ്റെ കൂടെ സഞ്ചാരി മാതാവ് ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് നടന്നുകൂടാ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ വെറുതെ വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പിട്ടിട്ട് വെള്ളം ഞാൻ കൈപിടിച്ചിരുന്നു, നാരങ്ങ വെള്ളം. പക്ഷെ അതൊന്നും എനിക്ക് കഴിക്കേണ്ട ആവശ്യം വന്നില്ല. ഞാൻ പീരീഡ്സ് ആണെന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല രീതിയിൽ അവിടെ നടന്നെത്താൻ പറ്റി. പിന്നെ അതിൽ ഒരു ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുഡ് കഴിച്ചത് കഴിഞ്ഞ് എനിക്കത് ഛർദ്ദിച്ചു പോയി. അത് തീർത്ഥാടനത്തിന് മുന്നേ, അതായത് മധുരമുള്ളത് നമ്മൾ വഴിവെക്കുന്ന തരുമ്പോൾ മധുരം അതൊക്കെ അല്ലാതെ പറയും. പിന്നെ പീരീഡ്സ് ഇത് പാലൂർ തീർത്ഥാടനം കഴിഞ്ഞ് വന്നാലാണ് എനിക്ക് സ്വതവേ എന്തുണ്ടാവുക, കാല് മസിൽ വേദന എടുത്തിട്ടൊക്കെ 2-3 ദിവസമൊക്കെ എനിക്ക് നടക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഞാൻ പാലൂർ തീർത്ഥാടനം കഴിഞ്ഞ് വന്നെന്ന് ഉപ്പിട്ട് വെള്ളം കുടിച്ചിട്ട് പിറ്റത്തെ ദിവസം ഞാൻ പാലൂർ നടന്നു എന്ന് വരെ പോലും എനിക്കുണ്ട്. അത് എനിക്കൊരു വല്ലാത്തൊരു അത്ഭുതം. എന്ന് വെച്ചാൽ ഞാൻ പാലൂർ പോയി വന്ന് 2-3 ദിവസമൊക്കെ പിന്നെ കാല് വേദന എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ പോലും പറ്റാറില്ല. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുർബാനയ്ക്കൊക്കെ ഒരുവിധമൊക്കെ പോകാറുള്ള ആളാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ മടി പിടിച്ച് കിടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ച അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ കുർബാന ഞാൻ മുടങ്ങിയിട്ടില്ല. എത്ര വയ്യാണ്ടായി കഴിഞ്ഞാലും എനിക്ക് രാവിലെ എണീക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ മാതാവിനോട് പറയും, മാതാവേ ഞാൻ ഉടമ്പടിയിൽ വെച്ച് വിശുദ്ധി തന്നെ തടസ്സങ്ങളൊന്നും ചെയ്യാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണേന്ന് പറയാറുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ കാലങ്ങളായിട്ട് മറ്റുള്ളവരെ സഹായിക്കാറുള്ളതാണ്. എനിക്ക് കിട്ടുന്നതിന്ന് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഇത് കേട്ട അന്ന് തൊട്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ സാക്ഷ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ തൈലം പരറ്റി വന്നെന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലി നടക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടി. അപ്പോൾ പക്ഷേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ അതുവരെയുള്ള സാക്ഷ്യത്തിലൊന്നും മുല്ലപ്പൂവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സുഗന്ധം ലഭിച്ചപ്പോൾ അകത്തൊക്കെ കയറി നടന്ന് നോക്കി, ഇവിടെ ആരും ഇല്ലല്ലോ, പിന്നെ എന്താ എനിക്കിങ്ങനെ മുല്ലപ്പൂവിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ട് എനിക്ക് തോന്നിയതാവെന്ന് ചോദിച്ചു. പിന്നീടാണ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവിച്ചതായിട്ട് സാക്ഷ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ മാതാവ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ എന്നും ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടും. അതേപോലെ എനിക്ക് അത്രയും മനസ്സിൽ സാക്ഷ്യങ്ങളൊക്കെ ആണെങ്കിൽ സ്റ്റാറ്റസ് ഇടും. അതുപോലെ കുറേ പേര് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കുഞ്ഞുങ്ങളില്ലാത്തവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ സാക്ഷ്യങ്ങൾ ഞാൻ അയച്ചു കൊടുക്കും. അതേപോലെ എനിക്ക് വിഷമങ്ങളൊക്കെ വന്ന 1 മണിക്കൂർ നേരം ഫ്രണ്ട്സിനൊക്കെ ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം എനിക്ക് ആരെയും ഞാൻ വിളിക്കില്ല. എന്ന് വെച്ചാൽ ഫുൾ ടൈം സാക്ഷ്യങ്ങൾ. അച്ഛൻ്റെ ക്ലാസ് ഞാൻ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഞാൻ കാണും. പിന്നെ വിജയകുമാർ ബ്രദറിൻ്റെ ക്ലാസ്സുകൾ കാണാറുണ്ട്. ഫുൾ ടൈം സാക്ഷ്യങ്ങൾ. അതുപോലെ എനിക്ക് വിഷമങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ഉടനടി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലും. പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ടൊരു മനസ്സിലൊരുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടു. ഹസ്ബൻഡിൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ജനുവരി 25-ാം തീയതി ഇട്ടു. എനിക്ക് സമ്മതത്തോട് കൂടി വരുന്നത്. ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഞാനിങ്ങനെ പോട്ടേന്ന് ചോദിച്ചപ്പോൾ തടസ്സങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ ഒരു വചനം, ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുവിൻ, നിങ്ങൾ സകല ജനതകളോട് കൂടി സുവിശേഷം പ്രഘോഷിക്കുവിൻ, നിങ്ങളുടെ കൊഴുവാളായും വാക്കത്തി കുന്തമായും രൂപാന്തരപ്പെടുത്തുവിൻ, സകല യോദ്ധാക്കളും ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ. അപ്പോൾ ആ വചനം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും എൻ്റെ മാതാവ് എന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു മനസ്സിലായി. ഇത്രയും തന്ന വലിയ അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. സങ്കീർത്തനം 33:12 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് ദൈവമായുള്ള ജനവും
അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ലിജി പീറ്റർ തനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോകുന്ന മക്കളുടെ അടുത്ത് പോയിട്ട് അവരിൽ നിന്ന്, അതായത് തനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവർ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കിട്ടിയ അനുഭവം തന്നെ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമും മൊബൈൽ ഒത്തിരി യൂസ് ചെയ്തുകൊണ്ടിരുന്ന മകളാണ് ആ മകളെ പിന്നീട് ഉടമ്പടി സാക്ഷ്യങ്ങൾ മാത്രം കേൾക്കുന്ന, ഉടമ്പടി ആരാധനകൾ മാത്രം കൂടുന്ന ഒരു മകളാക്കി മാറ്റിയതും, അങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡിൻ്റെ അനുവാദം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് ഇവിടെ പിന്നീട് വന്ന് ഉടമ്പടി എടുക്കുക. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ താൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. എന്നാൽ ഉടമ്പടി ആരാധന ചെയ്യുന്നു, കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നു, അതുപോലെ മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ അതിനൊക്കെയായിട്ട് സമയം ചിലവഴിക്കുന്നു. അങ്ങനെ താൻ തന്നെ ഒരുങ്ങി ഹസ്ബൻഡിൻ്റെ അനുവാദത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പിന്നീടാണ് ഇവിടെ വന്ന് ഇന്ന് ഉടമ്പടി എടുത്തത് മാർച്ച് 10-നാണ്. അപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈ മകൾക്കായി. അങ്ങനെ തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ 15 വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന തൻ്റെ ഹെയർ അത് ഫോളിങ് അതെങ്ങനെയാണ് മാറിയത്, അതുപോലെ തൻ്റെ ഫുഡ് ഇൻഫെക്ഷൻ തനിക്ക് വർഷങ്ങളായിട്ട് പല ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ട് മാറാതിരുന്നത്, ജോലി മേഖലയിലുള്ള തടസ്സം അതൊരു 8 മാസത്തോളമായി തന്നെ ഒത്തിരിയേറെ ബാധിക്കുന്നതായിരുന്നു. ഉറക്കം പോലും കിട്ടാത്ത രാത്രികൾ. അങ്ങനെ ഓരോന്നും ഇവിടെ പറയുമ്പോൾ തനിക്ക് വർഷങ്ങളുടെ കാലയളവുണ്ട്. 30 വർഷത്തിലധികമായി താൻ ഒരിക്കലും ഉപവാസം എടുക്കില്ല, തനിക്ക് അതിനൊന്നും പറ്റില്ലായിരുന്നു. എന്നാൽ ഉടമ്പടി എടുക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി തൻ്റെ പ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥന തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി ജീവിതം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഡിസിപ്ലിനറി ഫോമാക്കി മാറ്റുന്നു. അങ്ങനെ പിന്നീട് തനിക്ക് കിട്ടിയ മാറ്റങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേലധികാരമുള്ള പരിശുദ്ധ കന്യകാ മറിയം എങ്ങനെയാണ് ഓരോ മക്കൾക്കും ഉടമ്പടി അനുഭവങ്ങൾ ഉടനടി സാക്ഷ്യങ്ങളായിട്ടൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കാൻ ഇടയാക്കുന്നതെന്ന് നാം മനസ്സിലാക്കുകയാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് കിട്ടിയ ശാരീരികമായിട്ട് തനിക്കുണ്ടായിരുന്ന അസ്വസ്ഥതകൾ അതൊക്കെ മാറുന്നതിനിടയായി എന്ന് പറയുന്നു. അങ്ങനെ ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ തൻ്റെ കുടുംബമായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് തനിക്ക് കൃപ നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മകളോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.